ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. ഇത് നല്ല ക്രിസ്പിയാണ്, പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പുറമേ നല്ല ക്രഞ്ചി ആയതുകൊണ്ട് ഇതിന് ക്രഞ്ചി എഗ്ഗ് എന്ന എഗ്ഗ് ഷേപ്പുള്ളത് കൊണ്ട് എഗ്ഗിൻ്റെ ഷേപ്പിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനാൽ ഇത് എഗ്ഗ് ഷേപ്പുള്ളത് കൊണ്ട് ക്രഞ്ചി എഗ്ഗ് എന്നാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി നിങ്ങൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിനായി ചിക്കൻ പീസുകൾ, ഉപ്പ്, മഞ്ഞൾ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെള്ളം എന്നിവ ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസുകൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഇനി സവാള വഴറ്റി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരിഞ്ഞത്, മല്ലിയില, പുതിനയില, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത്, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റി അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ പീസുകൾ ഇട്ട് അല്പം കുരുമുളക് പൊടിയും ഇട്ട് നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഈ ഫില്ലിങ്സ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ക്രഞ്ചി എഗ്ഗിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ പൊട്ടാറ്റോ, 2 വലിയ പൊട്ടാറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വേവിച്ചെടുത്തതാണ്, ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇത് നന്നായി കൈവച്ച് നന്നായി കുഴച്ചെടുക്കണം. എന്നിട്ട് ഒരു തരി പോലും ഇല്ലാതെ നല്ലോണം കുഴച്ചെടുക്കണം. എങ്കിലേ നമുക്ക് നല്ല എഗ്ഗിൻ്റെ ഷേപ്പിൽ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയത് വെർമിസെല്ലി സേമിയാണ്. നല്ല ചെറിയ ചെറിയ പീസസ് ഉള്ള സേമിയാണ് ഇതിന് വേണ്ടത്. നീളമുള്ളതാണെങ്കിൽ പൊടിച്ചെടുക്കാം. പിന്നെ ഒരു മുട്ട വേണം. അത് മുഴുവനൊന്നും വേണ്ട, എങ്കിലും ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ക്രഞ്ചി എഗ്ഗ് ഷേപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ്, അതുപോലെ വെർമിസെല്ലി, അതുപോലെ ഉരുളക്കിഴങ്ങ് പൊടിച്ചത്, പിന്നെ ഇനി കുറച്ച് അല്പം എണ്ണ എടുത്ത് അത് കയ്യിൽ തടവി നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുക്കണം. അതിനു വേണ്ടി അല്പം ഉണ്ടാക്കി വെച്ച പൊട്ടാറ്റോ എടുത്ത് പരത്തി ഇതുപോലെ പരത്തി അതിലേക്ക് 1 ടീസ്പൂൺ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ നമുക്ക് ഇതിങ്ങനെ ഷേപ്പാക്കി എടുക്കണം. ഇതേപോലെ റോൾ ചെയ്ത് എഗ്ഗിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നും ബോളുകളായി എഗ്ഗിൻ്റെ ഷേപ്പാക്കി എടുക്കണം. ഫില്ലിങ്സ് ചേർക്കുമ്പോൾ അല്പം ഫില്ലിങ്സ് ചേർത്താൽ മതി, എങ്കിലേ നമ്മുടെ ഷേപ്പ് ശരിയായി കിട്ടുകയുള്ളൂ. കൂടുതലായിട്ടുണ്ടെങ്കിൽ ഷേപ്പ് ശരിയാവുകയില്ല. ഇങ്ങനെ ഓരോന്നും ശ്രദ്ധിച്ച് ഓരോ സ്പൂൺ വീതം ഇട്ട് നമുക്ക് ഇത് ഓരോന്നും ഷേപ്പാക്കി എടുക്കാം. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാൻ, കാണാനും നല്ല ഭംഗിയാണ്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. They made me lie. Heard you in rain. Will you always be there? Last thing you said.
എഗ്ഗും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കവർ ചെയ്തെടുക്കണം. മുട്ടയിലും വേർമിസെല്ലിയിലും കവർ ചെയ്തെടുക്കണം. ഇതിന് ഫില്ലിങ്സ് കുറച്ച് ആവശ്യമുള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് കോട്ട് ചെയ്തെടുക്കണം. ആദ്യം മുട്ടയിലും പിന്നെ വേർമിസെല്ലിയിലും കവർ ചെയ്തെടുക്കണം. ഇങ്ങനെ ഓരോന്നും ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്ത് പിന്നെ വേർമിസെല്ലിയിൽ കവർ ചെയ്ത് ഓരോന്നും നമുക്ക് എടുക്കാം, ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് എണ്ണ നന്നായി ചൂടാക്കി അതിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായി ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ക്രഞ്ചി എഗ്ഗ് ഇപ്പോൾ നന്നായിട്ട് സൂപ്പറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ വീഡിയോയുമായി ഞങ്ങൾ വരും വരേക്കും. ബൈ, താങ്ക് യു.